നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടൻ മാലാഖയെ കണ്ടോ? ആ ഞാൻ കണ്ടതാ, അവിടെ നിക്കണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ഇപ്പൊ കാണാനില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എന്റെ മാലാഖയെ ഗോപിക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഇവിടെ നിക്കണേ. ഗോപികെ സോറി. സോറിയോ? എന്തിനേട്ടാ? ഗോപിക, അമ്മയ്ക്കെടുത്ത സാരി ഞാൻ കാരണം കത്തിപ്പോയില്ലേ, അതിനായിരുന്നോ സോറി? അതിന് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാരമില്ല, സിദ്ധുവേട്ടൻ പോയി കളിച്ചോ. അല്ല, ഇവളെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നെ? ഹലോ സ്വർണമ്മ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. നാളെ ഇവിടുത്തെ അയ്യപ്പന്റെ അമ്പലത്തില് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ മറക്കരുത്. ശരി. ആ എന്തായി കാണിക്കുന്നേ? ഏട്ടാ നിക്ക്. സിദ്ധു നിക്കവിടെ. മോനെ നിക്കവിടെ. നീ എവിടെ ധൃതി ഓടിപ്പോകുന്നേ? ഞാനേ സ്വാമിയെ കാണാൻ പോവാ. സ്വാമിയെ കാണാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇന്നീ അമ്പലത്തിൽ ഒരു വിശേഷ ചടങ്ങുണ്ട്, അതെന്താന്നറിയോ? എന്താ? സിദ്ധു അതൊക്കെ എങ്ങനെ ഓർക്കാനാ മഹേട്ടാ? ആ ഓർമ്മകളൊന്നും ഇപ്പൊ അവനുണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവനിപ്പൊ തന്നെ പറഞ്ഞേനെ. എനിക്കത് മനസ്സിലായി ജാനകി. പക്ഷെ ഇവൻ പറഞ്ഞത് ഓരോന്നും നമ്മൾ ഇവനെ ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ഓർമ്മപ്പെടുത്തി ഇവനെ പഴയ സിദ്ധു ആക്കി എടുക്കണം. അതല്ലേ യാമിനിയും പറഞ്ഞത്. നിങ്ങൾ എന്തേ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണല്ലോ. അച്ഛൻ പറയാൻ വന്നതൊന്ന് പറയോ? ഇന്ന് ഈ അമ്പലത്തിൽ എന്താ പരിപാടി? പറയാം. ഇന്നിവിടെ അഖണ്ഡനാമയജ്ഞം നടക്കുക. അഖണ്ഡനാമയജ്ഞം എന്നാ എന്താന്നറിയോ മോനെ? നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ? എടാ നിനക്കറിയോ? അത് കണ്ടം മുറിയാതെ ഒരു ദിവസം ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെ ശാസ്താവിന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു ചടങ്ങ്. അതാണ് ശാസ്താവിന്റെ അഖണ്ഡനാമയജ്ഞം. ശാസ്താവിന് മാത്രമല്ല, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും രാമനെയും കൃഷ്ണനെയും സ്മരിച്ചുകൊണ്ട് കർക്കിടക മാസത്തിൽ അഖണ്ഡനാമയജ്ഞമായി നടത്താറുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ നടത്തുന്ന അഖണ്ഡനാമയജ്ഞത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ശിവഭഗവാന്റെയും മോഹിനി രൂപം പൂണ്ട വിഷ്ണു ഭഗവാന്റെയും മകനായി മണികണ്ഠൻ ഭൂമിയിൽ പിറന്നപ്പോൾ ആ സന്തോഷം നാരദർ ദേവലോകത്ത് അറിയിച്ചു. അവിടെ ദേവന്മാരും ദേവതകളും ആ സദ്വാർത്ത ആനന്ദത്തോടെ ആഘോഷിച്ചു. അന്നേരം ശാസ്താവിന്റെ നാമങ്ങൾ നാരദർ ദേവീദേവന്മാർക്ക് ചൊല്ലിക്കൊടുത്തു. ആ നാമങ്ങൾ ഏറ്റുചൊല്ലി ദേവലോക നിവാസികൾ ഒന്നാകെ നൃത്തം വച്ചു. അതിന്റെ സ്മരണയ്ക്കാണ് നമ്മൾ ഇപ്പോഴും ശാസ്താക്ഷേത്രങ്ങളിൽ അഖണ്ഡനാമയജ്ഞം നടത്തുന്നത്. ഇതൊന്നും ഏട്ടന്റെ തലയിൽ കേറിയിട്ടുണ്ടാവില്ല.
ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറഞ്ഞതിന്റെ പുണ്യം അയ്യപ്പൻ എന്റെ കുട്ടിക്ക് കൊടുക്കും, അല്ലേ മോനെ? വാ, നമുക്ക് പോയി പ്രദക്ഷിണം വയ്ക്കാം. വാ. വാ. ഏഞ്ചൽ, ഗോപികെ വാ വാ വാ, എന്റെ ഏഞ്ചലിനെ കണ്ടേ? ഏഞ്ചലോ? ആ, എന്റെ മാലാക ദേ അവിടെ നിക്കണ്ട്. എവിടെ? നോക്കി. അതെ, അതാണോ ഏട്ടന്റെ മാലാക? അതല്ല, എന്റെ മാലാക അവിടെ നിക്കണ്ടായിരുന്നു. എവിടെ പോയേ? ഏട്ടൻ മാലാഖയെ കണ്ടോ? ആ, ഞാൻ കണ്ടതാ, അവിടെ നിക്കണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ഇപ്പൊ കാണാനില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എന്റെ മാലാഖെ ഗോപിക്ക് പരിചയപ്പെടുത്തി തരട്ടെ? ഇവിടെ നിൽക്കണേ. അല്ല സിദ്ധേട്ടാ, അമലെ, നോക്കി നിൽക്കാതെ പോയി പിടിക്കലാവനെ. കുട്ടാ, അയ്യോ, ഇവിടെ നിന്ന് കുട്ടാ വന്നേ. കുട്ടാ, ഇല്ല, വാ കുട്ടാ. എന്റെ മാലാഖ ഇവിടെ ഉണ്ടായിരുന്നു. പറയുന്നേ ഈ കാണുന്ന കുട്ടാ. മാലാഖെ. കുട്ടാ, അകത്തേക്ക് വാ. അങ്കിളും ആന്റി കണ്ട വഴക്ക് പറയും. വീടൊന്നും അപ്പു മാമ, എന്നെ വിട്, ഞാൻ പോട്ടെ. കുട്ടാ, കുട്ടാ നിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.